നമസ്തേ. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഹിന്ദി സാഹിത്യകാരന്മാരെക്കുറിച്ച് പരിചയപ്പെടാം. ആദ്യമായി പരിചയപ്പെടാം പ്രേംചന്ദ്. ജന്മ 1880, ലംഹി, വാരണാസി. 1880 അദ്ദേഹത്തിൻ്റെ ജന്മം. മൃത്യു 1936, 1936. പിത അജായിബ് റായ്, മാതാ ആനന്ദി ദേവി, പത്നി ശിവറാണി ദേവി, അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് വൈഫാണ്. संतान श्रीपद राय, अमृत राय, कमला देवी. मूल नाम धनपद राय श्रीवास्तव. उर्दू साहित्यिक नाम नवाब राय. प्रसिद्ध नाम प्रेमचंद. पहली रचना उर्दू में है. पहला कहानी इश्क दुनिया व हुब्बे वतन 1908 में ज़माना पत्रिका में प्रकाशन किया. അപ്പോൾ 1908 ജമാന പത്രികയിൽ വന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഹാനിയാണ് ഇഷ്ക് ദുനിയ വ हुब्बे वतन. पहला कहानी संग्रह स्वजे वतन. पहला हिंदी कहानी സൗത്ത് 1915 പ്രകാശനം ചെയ്ത സൗത്താണ് അദ്ദേഹത്തിൻ്റെ പെഹലി കഹാനി. ഹിന്ദി കഹാനി സരസ്വതി പത്രികയിലാണത് പ്രകാശനം ചെയ്തത്. कुछ विद्वानों के मतानुसार प्रेमचंद का पहला कहानी पंच परमेश्वर 1916 പ്രകാശനം ചെയ്ത പഞ്ച് പരമേശ്വറാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഹാനി എന്ന് കുറച്ച് വിദ്വാൻമാർക്കിടയിൽ ഒരു അഭിപ്രായമുണ്ട്. അന്തിം കഹാനി ഓർ കഹാനി സംഗ്രഹേ കഫൻ. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കഹാനിയും അതേപോലെ തന്നെ കഹാനി സംഗ്രഹമാണ് കഫൻ. അതുപോലെ തന്നെ തീൻ സൗസെ കഹാനിയാം ലിഗി മാൻസരോവർ ആണ് ഈ ഒരു കഹാനി സംഗ്രഹത്തിൻ്റെ പേര്. 8 ഭാഗമാണ് ഇതിൽ. അതുപോലെ തന്നെ പ്രേംചന്ദ് കഹാനിയം ഏതൊക്കെയാണെന്ന് നോക്കാം. नमक का दारोगा, सज्जनता का दंड, शतरंज के खिलाड़ी, ईश्वरीय न्याय, पूस की रात, सदगति, ईदगाह, 2 बैलों की कथा, आप बीती, नशा, ठाकुर का कुआं, बड़े भाई साहब, परीक्षा, बूढ़ी काकी, 2 सखियां. അദ്ദേഹത്തിൻ്റെ പ്രമുഖ നാടകമാണ്. പ്രധാനമായും 3 നാടകങ്ങളാണ് പറയുന്നത്. ഏതൊക്കെയാണ്? കർബല, സംഗ്രാം, പ്രേം കി വേദി. ഉറുദു ഉപന്യാസോം ക ഹിന്ദി രൂപാന്തരൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അസ്രാറെ മുആവിദ്, ദേവസ്ഥാൻ രഹസ്യ, ഹം ഖുർമ വ ഹം സവാബ്, പ്രേമ അർത്ഥാത് 2 സഖിയോം ക വിവാഹ്, കിഷ്ണ, ഗബൻ, ജൽവായി ഈസാർ, വരദാൻ, ബാസാറെ ഹുസ്നെ, സേവാ സദൻ, ഗോഷായെ ആഫിയത്ത്, പ്രേമാശ്രം, ചൗഗാൻ എ ഹസ്തി, രംഗഭൂമി. पहला प्रकाशित मौलिक एवं प्रौढ़ उपन्यासाണ് ഏത്? സേവാ സദൻ. प्रेमचंद का प्रथम उपन्यासाണ് असरारे मुआविद. पहला प्रौढ़ हिंदी उपन्यास सेवा सदन. हिंदी में मूल रूप से लिखा प्रथम उपन्यास കായാകൽപ്പ്. पहला लिखित उपन्याസം കായാകൽപ്പാണ്. ജിയോളിറ്റിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏകമാത്ര ഐതിഹാസിക് ഉപന്യാസ് എന്ന് പറയുന്നത് റൂട്ടി റാണിയാണ്. അന്തിം അധൂര ഉപന്യാസ് മംഗൽസൂത്ര. ഉൻക പുത്ര അമൃത് റായിനെ പൂരാ കിയ. പ്രേംചന്ദ് ഗർമേം ജീവനിയാണ് അദ്ദേഹത്തിൻ്റെ. 3 ജീവനികളുണ്ട്. ശിവറാണി ദേവി. അപ്പോൾ ശിവറാണി ദേവി അദ്ദേഹത്തിൻ്റെ വൈഫാണ്. അപ്പോൾ പ്രേംചന്ദ് വീട്ടിൽ നിന്നുള്ളത് ആരാണ്? ശിവറാണി ദേവി. അങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കുക. കലം ക സിപായി ജീവനി അമൃത് റായ് ആണ്. കലം ക മസ്ദൂർ മദൻ ഗോപാലാണ്. ഇനി ഉപന്യാസ് സമ്രാട്ട് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ആദർശോന്മുഖ യഥാർത്ഥവാദി ഉപന്യാസ്കാർ, ബഹത്തരീയ നോവൽ सेवा सदन. हिंदी का प्रथम राजनीतिक उपन्यास प्रेमाश्रम. हिंदी का प्रथम युगांतकारी उपन्यास सेवा सदन. कृषक जीवन का महाकाव्य गोदान. अंतिम उपन्यास गोदान. परिहास प्रधान उपन्यास वरदान. ഇനി അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഹിന്ദി ഉപന്യാസം ഏതൊക്കെയാണെന്ന് നോക്കാം. സേവാ സദൻ 1918, വരദാൻ 1921, പ്രേമാശ്രം 1922, രംഗഭൂമി 1925, കായാകൽപ്പ് 26, നിർമ്മല 27, പ്രതിജ്ഞ 29, ഗബൻ 31, കർമ്മഭൂമി 33, ഗോദാൻ 36, മംഗൾസൂത്ര 36. ഇനി ഉപന്യാസ് ഓർ വിഷയ് എന്ന് നോക്കാം. സേവാ സദനിൽ പറയുന്നത് എന്താണ്? വിവാഹ की जुड़ी हुई समस्या, वेश्या जीवन संबंधी समस्या. वरदान प्रेम एवं विवाह की समस्या. प्रेमाश्रम औपनिवेशिक शासन में जमींदार एवं किसानों के संबंध में चित्रण, कृषक जीवन का चित्रणം ഇതിൽ ഉൾപ്പെടുന്നു. रंगभूमि औद्योगिकरण के दोष, पूंजीवादियों की शोषण, अंग्रेजों का अत्याचार एवं भारतीय शिक्षितों की चरित्र. नेक्स्ट कायाकल्प पुनर्जन्म से संबंधित है राजा का अत्याचार विलास. निर्मला दहेज प्रथा और अनमोल विवाह की समस्या को प्रस्तुत किया है.
അടുത്തത് പ്രതിജ്ഞ, हिंदुओं में विधवा विवाह का चित्रण, प्रेम कथा. गबन, मध्यवर्ग के आभूषण प्रियता का चित्रण. कर्मभूमि, हिंदू मुस्लिम एकता एवं दलित किसानों की समस्या. गोधन, कृषक जीवन का महाकाव्य. अर्थात गबन में हिंदू समाज में हरिजनों की स्थिति का चित्रण है. इसमें मध्यम परिवार की आर्थिक विषमता एवं आभूषण लालसा का चित्रण है. देवस्थान रहस्य में मंदिरों और तीर्थ स्थानों में फैलों भ्रष्टाचार पाखंड की आलोचना है. नेक्स्ट, हंस और जागरण पत्रिका संपादन किया. പ്രേംചന്ദ് ने സേവാ സദൻ ബെഹ്തരി ഉപന്യാസ് കഹാ ഹെ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രേംചന്ദിൻ്റെ 3 നാടകങ്ങൾ പറഞ്ഞു. കർബല, സംഗ്രാം, പ്രേം കി വേദി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങൾ, കഹാനികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക, നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുക.